ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ കൃത്യം 2 ആഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ തിയേറ്ററുകളിലെ 3ാമത്തെ വെള്ളിയാഴ്ചയാണ്. സിനിമയുടെ ആദ്യ 14 ദിവസത്തെ കൃത്യമായി കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇന്നലെ 60 ലക്ഷത്തോളം കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ 12 കോടി 50 ലക്ഷം കേരള ഗ്രോസിലേക്ക് കൃത്യം 14 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും വന്നിട്ടില്ല. 18 കോടി ഇന്നലത്തോടെ കടന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ പുതിയ സിനിമകളോടൊപ്പമുള്ള സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അടുത്ത മണിക്കൂറുകളിൽ പ്രേക്ഷകർ അറിയുവാനായിട്ട് കാത്തിരിക്കൂ. ഇന്ന് മെയ് 23 ടർബോ എന്ന മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വൻ ഫൈറ്റും ആക്ഷൻ എല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. വൈശാഖ് മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസ് ഒരുമിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ആക്ഷൻ സിനിമയ്ക്കായിട്ട് കൊമേഴ്ഷ്യൽ സിനിമയ്ക്കായി എന്നൊരു രീതിയിലുള്ള പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ വലിയ ഒരു ഹൈപ്പെല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ് ടർബോ. എന്നാൽ ടർബോ പഞ്ച് അത്ര ഏറ്റില്ല എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ അന്ന് ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് എന്താ ഈ നിമിഷവും പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഭേദപ്പെട്ട കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഈ നിമിഷവും പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഇതിനിടയിൽ മമ്മൂട്ടി കമ്പനി ഇതിനോടൊപ്പം തന്നെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞ ഇന്ന് ഏറ്റവും പുതിയൊരു വീഡിയോയും പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ടർബോ മുതലായിരിക്കും മമ്മൂട്ടി കമ്പനിക്ക് അടിപതറി തുടങ്ങിയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാതൽ വലിയ വിജയമായില്ല എങ്കിലും ടർബോയുടെ ബോക്സ് ഓഫീസ് പ്രകടനം, പിന്നാലെ വന്ന ഡൊമിനിക്കിന്റെ പ്രകടനം എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതിനിടയിൽ ടർബോ റിലീസ് ചെയ്തിട്ട് 1 വർഷം പിന്നിടുമ്പോൾ മമ്മൂട്ടിയുടെ അവസാനത്തെ ഒരു വിജയ സിനിമ പറഞ്ഞിട്ട് 1 വർഷം കൂടിയായി എന്ത് പ്രത്യേകം ഓർക്കണം. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ റിലീസ് ചെയ്തു. അതുകൂടാതെ 2 സിനിമകൾ കൂടി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി. ഒന്നും ആരും അറിയാതെ പോകുന്ന കാഴ്ചയെല്ലാം തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി ആണെങ്കിലും മമ്മൂട്ടി ചേട്ടനാണെങ്കിലും ഒരു വിജയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. എത്രയും വേഗം അടുത്ത വിജയം മമ്മൂട്ടി ചേട്ടൻ കാണട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കും അടുത്ത മമ്മൂട്ടി ചേട്ടന്റെ സിനിമാ വാർത്തകൾക്ക്.